അഫ്ഗാനിലെ ഭരണകൂടത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേലും ഇന്ത്യയും അവകാശപ്പെട്ടിരിക്കുന്നു. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനായി അവർ ഒരു പാക്കേജ് അണിയറയിൽ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ചില മാധ്യമപ്രവർത്തകരടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പ്രചരണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതിലിവർ പറയുന്നത് സംയുക്തമായ ഒരു പത്രസമ്മേളനം നെതന്യാഹുവും മോദിയും ഇസ്രയേലിൽ നടത്തിയില്ല, വെവ്വേറെയാണ് പത്രസമ്മേളനം നടത്തിയത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രസംഗത്തിലോ ഇല്ലെങ്കിൽ പത്രസമ്മേളനത്തിലോ ഒന്നും തന്നെ പാകിസ്ഥാന്റെയോ അഫ്ഗാനിസ്ഥാന്റെയോ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെ ആകെ പറഞ്ഞൊരു കാര്യം, ആഗോള തീവ്രവാദ പോരാട്ടത്തിന് ഇസ്രയേലിനോടൊപ്പം എന്നും ഉണ്ടാകും, ഇപ്പോഴുമുണ്ട്, എന്നും ഉണ്ടാകുമെന്നാണ്. അതിന് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന് മാത്രമാണ്. ആഗോള തീവ്രവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാനുള്ള ഒരു വലിയ തീരുമാനമാണ് ഇസ്രയേൽ നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹു ചേർന്ന് എടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഇത്തരത്തിൽ വാർത്ത പരക്കുന്നത് അങ്ങനെയല്ല. പകരം വാർത്ത പരക്കുന്നത് ഇന്ത്യയും ഇസ്രയേലും ചേർന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എല്ലാവിധ പിന്തുണയും നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ധൃതി പിടിച്ച അല്ലെങ്കിൽ തിരക്കിട്ട് ഇസ്രയേലിൽ എത്തിയതെന്നും ഇസ്രയേലിൽ നിന്ന് അദ്ദേഹം മടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാന് നേരെ വ്യോമാക്രമണം നടത്തിയത്. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് പിന്നീട് ഉണ്ടായത്. ഏതായാലും അവിടെ അതിർത്തിയിൽ വെടിവെപ്പും സംഘർഷവും തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു തിയറിയുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊക്കെ മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഏതായാലും ഈ നരേന്ദ്രമോദി ഇസ്രയേലിൽ പൊടുന്നനെ പോയതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു വിരാമവുമില്ല. പലതരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചു പോയത്? യാതൊരു സാഹചര്യവും ഇപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തിനു പോയി എന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് പുതിയ തിയറിയും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.